ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന പല റോഡുകളും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യവുമായി വാർഡ് കൗൺസിലർ സ്വരൂപ്. ഒറ്റപ്പാലം സുന്ദരയ്യ റോഡ് യാത്രായോഗ്യമല്ലതായി തുടരാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം പ്രദേശവാസികളും യാത്രക്കാരും നിരന്തരമായി ഉന്നയിക്കാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി. എന്നാൽ നാളിതുവരെ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് വാർഡ് കൗൺസിലർ സ്വരൂപ് ആരോപിച്ചു. ഒറ്റപ്പാലം നഗരത്തിന്റെ മുഖമായിട്ട് മാറിയിട്ടുള്ള തെന്നടി ബസാറിലെ സുന്ദരയ്യ റോഡ് ഏറെ കാലങ്ങളായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ആ റോഡ് ഇത്ര ശോചനീയാവസ്ഥയിലായിട്ട് കാലങ്ങളായിട്ടും നിരവധി ആളുകൾ, അവിടുത്തെ അസോസിയേഷൻ്റെ ആളുകൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. റോഡിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാവുകയാണെന്നും മഴക്കാലത്ത് വെള്ളക്കെട്ടും ചെളിയും രൂപപ്പെടുന്നതോടെ പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതം ദുഷ്കരമാവുകയാണെന്നും ഈ നിലപാട് ജനങ്ങളോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണെന്നും കൗൺസിലർ വിമർശിച്ചു. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് തീർത്തും ഗുരുതരമായിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. സുന്ദരയ്യ റോഡിന് പുറമെ സെൻഗുപ്ത റോഡ് ഉൾപ്പെടെയുള്ള ഒറ്റപ്പാലത്തിന്റെ ഹൃദയഭാഗത്തോട് ചേർന്ന മറ്റ് പ്രധാന റോഡുകളും സമാനമായ ദുരവസ്ഥ നേരിടുകയാണെന്ന് കൗൺസിലർ സ്വരൂപ് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ഈ ഒറ്റപ്പാലം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒറ്റപ്പാലത്ത് സെൻഗുപ്ത റോഡ്. ഒരു ബൈപ്പാസിൻ്റെ പേര് പറഞ്ഞ് യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താതെ വലിയ വലിയ കുഴികൾ ആ റോഡിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. പരാതി ഒട്ടേറെ നൽകിയിട്ടും ഇതുവരെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഗതാഗത സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ റോഡുകളുടെ തകർച്ച തുടരുകയാണെന്നും കൗൺസിലർ വ്യക്തമാക്കി. ഒറ്റപ്പാലം നഗരഹൃദയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡിൽ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകളാണ് അവിടെ സംഭവിച്ചു ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന്. അഴുക്കുചാൽ നവീകരണ പ്രവൃത്തി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉണ്ടായിരിക്കുന്നത് ഈ ശോചനീയാവസ്ഥകൾ പരിഹരിച്ച് സുന്ദരയ്യ റോഡ്, സെൻഗുപ്ത റോഡ്, അതുപോലെ തന്നെ അഴുക്കുചാലുകളുടെ നിർമ്മാണം ഇവയെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ.